ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു ചിന്തയുമായാണ്. ഇന്ന് നമ്മുടെ വിവാഹം കമ്പോളത്തിൽ ഇപ്പോഴത്തെ ട്രോളൊക്കെ ഇറങ്ങിയിരിക്കുന്നതാണ്. ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാനില്ല, പെൺകുട്ടികൾക്ക് വിവാഹം വേണ്ട. ശരിയല്ലേ? ഇന്നത്തെ പെൺകുട്ടികൾ വിവാഹം വേണ്ട എന്നൊരു തീരുമാനത്തിലാണ് അധികവും കുട്ടികളും എടുത്തിരിക്കുന്ന തീരുമാനം. അതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത് അവരുടെ മനസ്സിലേക്ക്. വേറൊന്നുമല്ല, അവരുടെ അമ്മമാർ അനുഭവിച്ചു പോരുന്ന കഷ്ടതകളും പീഡനങ്ങളും കഷ്ടപ്പാടുകളും മറ്റുള്ളവരുടെ അടിമയായിട്ടുള്ള ജീവിതമൊക്കെ കണ്ട് വളർന്നാണ് ഏകദേശം ഒരു 25 വയസ്സ് വരെയുള്ള പെൺകുട്ടികളാണല്ലോ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പ്രായമാകും. അവർ ഈ അമ്മമാർ സഹിക്കുന്ന പീഡനങ്ങളും വിഷമതകളും കണ്ട് എന്തിനാണ് ഇവരിങ്ങനെ സഹിച്ച് കിടക്കണേന്നുള്ള ചിന്തയിലാണ് അവർ ജീവിച്ചു പോകുന്നത്. പക്ഷെ അമ്മമാർക്ക് പറയാനുള്ളത് എന്താണ്? മക്കളെ വിചാരിച്ചാണ് എല്ലാം സഹിച്ച് ജീവിക്കുന്നത്. പക്ഷേ മക്കൾക്ക് വേണ്ടി സഹിച്ചിട്ട് എന്ത് കാര്യം? ഈ മക്കളാരെങ്കിലും അമ്മമാർ നോക്കുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഈ തലമുറയിലുള്ള കുട്ടികൾ ചിന്തിക്കുന്നത് അവർക്ക് ഈ ബാധ്യതകളൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല. വിവാഹം വേണ്ട, ഭർത്താവിനെ നോക്കണ്ട, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ല, അച്ഛനമ്മമാരെ നോക്കണം, പിന്നെ ഭർത്താവിൻ്റെ വീട്ടിലുള്ള എല്ലാ ആളുകളുടെയും ഭരണം അവളുടെ മേലാണ്. എല്ലാം സഹിച്ച് എന്തിനാണ് ഈ ഒരു കഷ്ടപ്പാടിന് പോകുന്നത്? ആ നേരം കൊണ്ട് സ്വയം അധ്വാനിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് മനസമാധാനത്തോടെ ജീവിക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികൾ ചിന്തിക്കുന്നത്. ഇത് സമൂഹത്തിന് വലിയൊരു വിപത്താണെന്ന് എല്ലാവരും ചിന്തിക്കുക. അപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആൺകുട്ടികളും വിവാഹം കഴിച്ചതിന് ശേഷം വേണം ഭാര്യയെ ഒന്ന് ഭരിക്കാമെന്ന് വിചാരിക്കുകയോ അല്ലെങ്കിൽ മകൻ കെട്ടിക്കൊണ്ട് വന്നിട്ട് വേണം അമ്മായിമ്മ പോലെ എടുക്കാനെന്ന് വിചാരിച്ചിരിക്കുന്നവരൊക്കെ ജാഗ്രതയോടെ ഇരിക്കുക, അല്ലെങ്കിൽ പുതിയൊരു തലമുറ ഉണ്ടാകില്ല. ഓക്കേ.